മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായിട്ട് വിശാഖപട്ടണത്ത് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആന്ധ്രാപ്രദേശുമായിട്ട് വളരെയേറെ ബന്ധം എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ റൂട്ട് കർണാടകയാണ്. ജനിച്ചു വളർന്നത് കേരളത്തിലാണ്. വിവാഹം കഴിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ്. PhD എടുത്തത് ആന്ധ്രാപ്രദേശത്തിൽ നിന്നാണ് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഹൈദരാബാദും ആന്ധ്രയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ വളർത്തിയ അമ്മ എന്ന് പറയുന്ന പോലെ പെറ്റമ്മയും പോറ്റമ്മയും അതുപോലെയാണ് ആന്ധ്രാപ്രദേശ് എനിക്ക്. അവരുടെ ഭവ്യതയും അവരുടെ ലാളിത്യവുമെല്ലാം വീണ്ടും വീണ്ടും അയവിറക്കാറുണ്ട്. ആന്ധ്രയിൽ പോകുമ്പോൾ ഞാൻ കേരളത്തിൽ അല്ലെങ്കിൽ പാലക്കാടിലേക്ക് വന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാവാറുള്ളത്. വിശാഖപട്ടണത്തെ കുറേ ചെറുപ്പക്കാർ, വളരെ അവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് പ്രായമായവരെന്ന് വെച്ചാൽ മധ്യവയസ്കര് ഒരുമിച്ച് ചേർന്നാണ് ഹിന്ദു ഐക്യവേദി എന്നൊരു വേദി ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് സംഘടനാ പാഠവം വളരെയേറെ ഒന്നും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് അവർക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇവർ ചെയ്യുന്നതിനെ ആന്ധ്രാക്കാർ വളരെ ഗംഭീരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹിന്ദു ഐക്യവേദി ഉണ്ടാക്കി കഴിഞ്ഞ വർഷം അവര് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ മലയാളത്തിലെ പ്രഭാഷണവും അതിനെ തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യലുണ്ടായിരുന്നു. തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അത്ര നന്നായില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം അവർ തീരുമാനിച്ചു മലയാളികൾക്ക് മലയാളത്തിൻ്റെ മാത്രം ഒരു പ്രഭാഷണം നടത്താൻ വേണ്ടി ശ്രമിക്കണം. വളരെയധികം സാമ്പത്തികമായിട്ട് ഉയർന്ന നിലവാരത്തിൽ ഒന്നുമുള്ളവരല്ലെങ്കിൽ പോലും നിറഞ്ഞ ദേശസ്നേഹവും നമ്മുടെ സനാതന ധർമ്മത്തോടും ഹിന്ദു ധർമ്മത്തോടുമുള്ള അഗാധമായിട്ടുള്ള ആ കമ്മിറ്റ്മെന്റും അതെല്ലാം കൂടി ചേർന്നവരാണ് വിശാഖപട്ടണത്ത് പ്രോഗ്രാം നടത്തിയത്. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു പക്ഷേ ഡിസംബർ മാസം ലാസ്റ്റൊക്കെ ആയത് കാരണം ഞായറാഴ്ച കുറേ വ്യക്തികൾ പല പല കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒരു 250 പേര് നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നമ്മുടെ ധർമ്മം പഠിപ്പിക്കുകയും 12 മാസത്തിൽ ഓരോ മാസവും ഒരു പ്രോഗ്രാം, ചെറുതും വലുതുമായിട്ടുള്ള പ്രോഗ്രാം നടത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും നല്ല നല്ല CD-കളും ബ്രോഷറുകളും പ്രിന്റ് ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊള്ളാം എന്ന് ഭംഗിയായിട്ട് അറിയിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കുറേ പേര് കുറച്ച് നെർവസായിരുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ രണ്ടാമത്തെ വർഷമാണ് നടത്തുന്നതെങ്കിലും വളരെ ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വലമായിട്ടുള്ള കാര്യത്തിൽ അവർ കുറച്ച് നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ അവരോടും അറിയിക്കുകയുണ്ടായി. വലിയ വലിയ സംഘടനകൾ ഉണ്ടാക്കി അതിൽ വലിയ വലിയ പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി എടുക്കുന്ന സ്ട്രെയിനിനേക്കാൾ എളുപ്പമാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സന്ദേശങ്ങൾ ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ, ഇമെയിൽ ഗ്രൂപ്പിലൂടെ, ബ്ലോഗിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ ട്വിറ്ററിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ എത്ര പേർക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രയും പേർക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഇങ്ങനെ വളരെയേറെ 100 കിലോഗ്രാം വർക്ക് ചെയ്തിട്ട് 1 കിലോഗ്രാം റിസൾട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും 1 കിലോഗ്രാം വർക്ക് ചെയ്തിട്ട് 100 കിലോഗ്രാം റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റോരോരുത്തരും അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ധന്യമായിട്ടുള്ള അനുഭവ പരമ്പര കാണാനും കേൾക്കാനും എല്ലാം സാധിച്ചു. അതുകൊണ്ട് അവരെ അതറിയിച്ചു. അവരിലെ ഒത്തിരി പേര് 10, 20, 25, 30 കൊല്ലമായിട്ട് വിശാഖപട്ടണത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. അവർക്ക് വിശാഖപട്ടണം എന്ന് പറയുന്ന ആ ഉജ്ജ്വലമായിട്ടുള്ള പ്രദേശം, ഉജ്ജ്വലം എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ആ പ്രദേശം അവർക്ക് മലയാളികളുടേതല്ല എന്ന് തോന്നിയിട്ടില്ല. അവർ തന്നെ പറഞ്ഞത്
50%, 60% വ്യക്തികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് അവിടെ. അതും 10, 25, 30 വർഷമായിട്ട് താമസിക്കുന്നവരാണ്. അവിടെ പഠിച്ച്, അവിടെ ജനിച്ച്, അവിടെ വളർന്ന്, അവിടെ ജോലി ചെയ്ത്, അവിടെ നിന്ന് ലോകത്തിലേക്ക് ഓരോ സ്ഥലത്തേക്കും പോകുന്ന മലയാളികളുടെ എണ്ണം അസാധാരണമാം വിധത്തിൽ കൂടുതലാണ്. ധാരാളം ബിസിനസ് ചെയ്യുന്നവരുണ്ട്. വിശാഖപട്ടണം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ധാരാളം ഭൂമിയുണ്ട്, ഒക്യുപ്പൈഡ് അല്ലാത്ത തുറസ്സായിട്ടുള്ള സ്ഥലമുണ്ട്, ഗവൺമെന്റ് സ്ഥലങ്ങൾ. അതെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. പ്രധാനമന്ത്രിയും അതിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അവിടെ ഉള്ളവർ പറഞ്ഞു. അങ്ങനെ വിശാഖപട്ടണം എന്ന് പറയുന്നത് ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ, അക്കാഡമിക് ആയിട്ടുള്ള കൾച്ചറൽ കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴും അസാധാരണമാം വിധത്തിൽ മതപരിവർത്തനവും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആ വേദന അവർ സൂചിപ്പിക്കേണ്ടായി. ഇപ്പൊ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത്ര ഗംഭീരമായിട്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിൽ ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അങ്ങനെ ഓരോ സ്ഥലത്ത് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നമ്മളുടെ പൈതൃകത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും കേട്ടതും കണ്ടതും ചർച്ച ചെയ്തതും ചിന്തിച്ചതുമെല്ലാം ഇതേപോലെ പങ്കുവെക്കാൻ കാരണം വെറുതെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്നറിയിക്കാനല്ല, മറിച്ച് അതിലെ പലതും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും, അതിലെ പലതും നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കും, അതിലെ പലതിനും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ധന്യമായിട്ടുള്ള അനുഭവം വിശാഖപട്ടണത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.